മാറിയെത്തിയ SIക്ക് ഒരു ദിവസത്തിനുള്ളിൽ വീണ്ടും സ്ഥലം മാറ്റം. കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് SI ജ്യോതിഷിനെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫിലേക്ക് മാറ്റി. ഇത്ര ധൃതി പിടിച്ചുള്ള ഒരു സ്ഥലം മാറ്റത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? വിവരങ്ങൾ ഈ കടക്കൽ സ്റ്റേഷനിൽ ചാർജ് എടുത്ത ഒരു ദിവസം കൊണ്ടാണ് SIയെ ഡാൻസ് ഓഫ് ടീമിലേക്ക്, കൊല്ലം റൂറൽ SPയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമിലേക്ക് സ്ഥലം മാറ്റുന്നത്. ഇദ്ദേഹം ഈ പ്രദേശത്തെ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ പിടികൂടിയിരുന്നു. ഈ ഒരു കേസ് എടുത്തതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് ഒരു സാധാരണക്കാരന് നീതി നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കാക്കിയിട്ടവർ, അവരുടെ വിധിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയിലെ പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടിയ സമ്മാനം നമ്മൾ കണ്ടു. സ്ഥലം മാറ്റത്തിൽ നിന്നത് നന്ന്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം മാറ്റം കിട്ടിയത്? അതായത് നാട്ടിലെ ഒരു കഞ്ചാവ് കേസിൽ അയാൾ പ്രതികളെ പിടിച്ചു. അപ്പോൾ അയാൾക്ക് കിട്ടിയതാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടിയതാണ് സ്ഥലം മാറ്റം. ഈ കിട്ടിയ കാരണത്തെക്കുറിച്ച് നമ്മളപ്പോൾ ആരോടാണ് ചോദിക്കേണ്ടത് ഭരണരംഗത്തിരിക്കുന്നവരോടാണ്. കാരണം അവരല്ലേ ഭരിക്കുന്നത്. അവരുടെ ഇടപെടലുകളില്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവരോട് ചോദിക്കണ്ട എന്നാണ് അവരും അവരുടെ പരിവാരങ്ങളും പറയുന്നതെങ്കിൽ പിന്നെ ആരോട് ചോദിക്കണം? വഴിയെ കൂടെ പോണോ ആരുടെങ്കിലും ചോദിക്കണോ ഇതിനെക്കുറിച്ച്? ഭരണരംഗത്തിരിക്കുന്നവരോട് തന്നെ ചോദിക്കണം. അവരോട് തന്നെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങിത്തിരിച്ചവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നീതി നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ എന്തായാലും നിയമത്തെ കൂടെ ഭയക്കണം. കാരണം അനീതിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആയുധമാണ് നിയമം. സാധാരണക്കാർക്ക് എതിരെയൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം സാധാരണക്കാർക്ക് നിയമം അറിയത്തില്ലല്ലോ. നിയമത്തെക്കുറിച്ചൊന്നും ഒരു ക്ലാസ്സും വരത്തുമില്ല, കൊടുക്കത്തുമില്ല അവർക്ക്. അവർ അന്നും ഈ അറിവില്ലായ്മയിൽ ജീവിക്കണം. അതാണ് ഇവർക്ക് വേണ്ടത്. ഇതിന് മുൻപ് ഒരു വാർത്തയുണ്ടായിരുന്നു, ഒരുപാട് നാളായിട്ടുണ്ട്. നിങ്ങൾ മറന്നിട്ടില്ല എങ്കിൽ അറിയാമായിരിക്കും. ഒരു ഹെൽമെറ്റ് വയ്ക്കാത്തതിന് അത് ഇവർ അറിയാതെ പിടിച്ചതാണോ അറിയത്തില്ല. സ്റ്റേഷനിലെത്തിയപ്പോൾ കുറേ DYFIക്കാരും എല്ലാവരുമായിട്ട് വന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയ അന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം തന്നെയായിരുന്നു. തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കാൻ നോക്കിയതിന്, ഹെൽമെറ്റ് വയ്ക്കാതെ സഞ്ചരിച്ചതിന് പിടിച്ചപ്പോഴുണ്ടായ അനുഭവം ആണ് അത്. നമ്മൾ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാദ്യം നമ്മളെ ആക്കുന്നത് വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ കൊണ്ടങ്ങ് ചേർക്കും. വേറെ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ കൊണ്ടങ്ങ് ചേർക്കും. നീ ആ ജാതിയിലുള്ളവനല്ലേടാ, നീ അപ്പോൾ അങ്ങനെ പറയത്തുള്ളൂ. നീ ആ പ്രസ്ഥാനത്തിലുള്ളവനല്ലേടാ, നീ അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജാതിയുമില്ല, മതവുമില്ല, ഒരു പ്രസ്ഥാനത്തിലുമില്ല. ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടിടാനോ ഒന്നിനും ഞാൻ പോയിട്ടുമില്ല. ഞാൻ വെറും ഒരു മനുഷ്യൻ. സാധാരണക്കാർക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, ഈ പ്രകൃതിക്ക് വേണ്ടി, പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. ചോദിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും എൻ്റെ പ്രവൃത്തികളും. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അവരുടെ രണ്ടാമത്തെ മറുപടി എന്നുള്ളത് തെറ്റുകളെക്കുറിച്ച് ഇപ്പോൾ ഭരണരംഗത്തിരിക്കുന്നവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റവരും അത് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതായിരിക്കും അടുത്ത മറുപടി. അവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവർ ചെയ്തിട്ടുള്ളതിനെ ശരിയാക്കി ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ ഭരണത്തിൽ വന്നത്. സാധാരണക്കാർ എല്ലാവരും ചേർന്ന് നിങ്ങളെ വോട്ട് നൽകി വിജയിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അവർ ചെയ്ത തെറ്റുകളെ, കഴിഞ്ഞു പോയ പ്രതിപക്ഷത്തിരിക്കുന്നവരും മറ്റ് കുറേ പാർട്ടികൾ ഉണ്ടല്ലോ, അവർ ചെയ്തു വച്ചിരിക്കുന്ന തെറ്റുകളെയൊക്കെ ശരിയാക്കി ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളെ ഭരണത്തിൽ വച്ചിരിക്കുന്നത്.
അല്ലാതെ നിങ്ങൾ ഈ ഭരണത്തിലിരുന്നു കൊണ്ട് കുറേ ലക്ഷങ്ങളും കോടികളും മുടക്കി ടി വിയിലും ഈ സിനിമാ തിയേറ്ററിലൊക്കെ പരസ്യങ്ങൾ കുറേ ഒരുപാട് നൽകി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മാഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാഞ്ഞൊന്നും പോകത്തില്ല. അത് കൊടുത്താണ് കഴിഞ്ഞ തവണ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത്തവണയും പരസ്യങ്ങളിലേക്ക് ഒരുപാട് തുക നീക്കി വെച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പരസ്യങ്ങളുടെ ആവശ്യമേ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ലത് ചെയ്യുവാണെങ്കിൽ പിന്നെ പരസ്യം ചെയ്യുന്നത് എന്തിന്? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരായിട്ടുള്ള നമ്മളാണ് നമുക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാക്കിക്ക് ഉള്ളിലുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടവർ ഒന്നും അത് ചെയ്യത്തില്ല. നമുക്ക് പരമാവധി നീതി നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ തലപ്പത്തിരിക്കുന്നവരുടെയും കുറേ അണികളുടെയും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും അങ്ങനെ അല്ല. ഒരുപാട് പേര് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, പണ്ട് കാലങ്ങളിലാണെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണിത്. പണ്ട് കാലത്ത് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആ ഒരു മനുഷ്യത്വം നശിക്കാത്ത ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ. എല്ലാത്തെയും അങ്ങനെ തെറ്റായിട്ട് കാണാനും കഴിയത്തില്ല.